السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن سار على نهجه إلى يوم الدين. أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സൂറത്തു സജ്ദയുടെ 8ാമത്തെ പാർട്ടിൽ 21, 22 ആയത്തുകളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 21ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഏറ്റവും വലുതായ ശിക്ഷയ്ക്ക് പുറമെ അവർക്ക് നാം താണ ശിക്ഷയിൽ നിന്നും ചിലതൊക്കെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. അവർ മടങ്ങിയേക്കാമല്ലോ. വലനുദീഖന്നഹും, അവർക്ക് നാം ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും, മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന്, അൽ അദ്ന, താണതായ, അടുത്തതായ, ദൂനൽ അദാബ്, ശിക്ഷയ്ക്ക് പുറമെ, അൽ അക്ബർ, ഏറ്റവും വലിയ, ലഅല്ലഹും, അവരായേക്കാം, ആകുവാൻ വേണ്ടി, യർജിഊൻ, മടങ്ങുന്നവർ എന്നതാണ് വാക്കർത്ഥം. പരലോകത്തെ വമ്പിച്ച ശിക്ഷയാകുന്ന നരകം ലഭിക്കുന്നതിന് മുമ്പ് ഇഹലോകത്തു നിന്നും ദുരിതങ്ങളായും ദുരന്തങ്ങളായും വ്യത്യസ്ത പരീക്ഷണങ്ങൾ അള്ളാഹു ഈ അവിശ്വാസികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ആ പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അവർ യഥാർത്ഥ മാർഗത്തിലേക്ക് മടങ്ങി വന്നേക്കാം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നത് എന്നാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. ഇവിടെ അൽ അദാബുൽ അദ്നയും അൽ അദാബുൽ അക്ബറും ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ പ്രസ്താവിച്ചത്. അതിനാൽ തന്നെ നരകശിക്ഷയുടെ ഒരു ചെറിയ ഭാഗമായ ഖബർ ശിക്ഷയാണ് ഇവിടുത്തെ അൽ അദാബുൽ അദ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു തരുന്നുണ്ട്. മാത്രവുമല്ല, ഈ ആയത്ത് ഖബർ ശിക്ഷ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ് എന്നതിന് തെളിവാണ് എന്നതുകൂടെ മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നുണ്ട്. വഹാദിഹിൽ ആയത്തു മിനൽ അദില്ലത്തി അല ഇസ്ബാത്തി അദാബിൽ ഖബർ, ഖബർ ശിക്ഷ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള അതിൻ്റെ തെളിവുകളിൽപ്പെട്ട ഒരു ആയത്താണ് ഈ ആയത്ത്. മാത്രവുമല്ല, ഫദല്ല അല അൻ സമ്മ അദാബൻ അദ്ന ഖബ്ല അൽ അദാബിൽ അക്ബരി വഹുവ അദാബുൻ നാർ. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അദാബുന്നാർ, നരകശിക്ഷയുടെ മുമ്പുണ്ടായിരിക്കുന്ന മുമ്പ് അനുഭവിക്കേണ്ട ചെറിയ ശിക്ഷയായ ഖബർ ശിക്ഷയുടെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ അൽ അദാബുൽ അദ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ അൽ അദാബുൽ അദ്ന, ചെറിയ ഒരു ശിക്ഷയെപ്പറ്റി മുഫസ്സിറുകൾ 3 തരം അഭിപ്രായം ഉന്നയിച്ചതായി നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെ അഭിപ്രായമാണ് ഈ അൽ അദാബുൽ അദ്ന, ചെറിയ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോകത്തിൽ അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്ന മാറാരോഗങ്ങളും മറ്റു വലിയ ബുദ്ധിമുട്ടുകളുമാണ് എന്നതാണ് ഒന്നാമത്തെ കൂട്ടരുടെ അഭിപ്രായം. രണ്ടാമത്തത്, ബദറിൽ അവിശ്വാസികൾക്ക് ഏറ്റ കൊടും പരാജയമാണ് ഇവിടുത്തെ ഉദ്ദേശം അൽ അദാബുൽ അദ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദാബുൽ ഖബർ ശിക്ഷയാണ് അൽ അദാബുൽ അദ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും മുഫസ്സിറുകൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ഏതായിരുന്നാലും സത്യനിഷേധികൾ ഇഹലോകത്തും ഖബറിലും പരലോകത്തും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നവർ തന്നെയാണ് എന്ന് സാരം. ഇനി അള്ളാഹു ഇതിൻ്റെ അവസാനത്തിൽ ലഅല്ലഹും യർജിഊൻ, ഒരു പക്ഷേ അവർ മടങ്ങിയേക്കാം, ഈ അവിശ്വാസികൾ മടങ്ങിയേക്കാം എന്നാണല്ലോ പറഞ്ഞത്. ഇതേ ആശയം തന്നെ സൂറത്തുർ റൂമിൻ്റെ 41ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദി അമിലു ലഅല്ലഹും യർജിഊൻ. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അവർ പ്രവർത്തിച്ചതിൽ ചിലതിൻ്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയത്രേ അത്. അവർ ഒരു വേള മടങ്ങിയേക്കാം. അപ്പോൾ ഈ അവിശ്വാസികൾ ഒരു വേള അനുഭവിക്കപ്പെട്ട ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ദുരന്തങ്ങളിൽ നിന്നും മടങ്ങിയേക്കാം എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു നിയമം
ആരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് എങ്കിലും ആ ഹുക്കുമ് അതിൽ പറഞ്ഞത് ആമായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടുത്തെ ഉദ്ദേശം വ്യക്തമായും ഇവിടുത്തെ ഉദ്ദേശം അവിശ്വാസികളെ പറ്റിയാണെങ്കിലും അള്ളാഹുവിൻ്റെ സ്മരണകളിൽ നിന്നും മാറി ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഒരു മാർഗമുണ്ടാക്കുക എന്നത് വിശ്വാസിക്കുകൂടെ ബാധകമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ നൽകിയോ വലിയ ദുരന്തങ്ങൾ നൽകിയോ പ്രയാസങ്ങൾ നൽകിയോ അള്ളാഹു ആ വിശ്വാസിക്ക് ഒന്നുകൂടെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു വഴി ഒരുക്കും എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ ഉണർത്തുന്നത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി തരുന്നുണ്ട്. മാത്രവുമല്ല, അതുപോലെ തന്നെ ഈ ആയത്തിൻ്റെ ഒരു വിശദീകരണമായിട്ട് മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകളിൽ പറയുന്ന ഒരു കാര്യമെന്നത്, ഈ മക്കയിലെ അവിശ്വാസികൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ, അവർ നേരിടാനിരിക്കുന്ന വമ്പിച്ച ദാരിദ്ര്യത്തെപ്പറ്റിയും അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കൊടും പട്ടിണിയെപ്പറ്റിയുമുള്ള ഒരു സൂചനയായിരുന്നു ഈ ആയത്തിൽ അടങ്ങിയിരുന്നത് എന്ന് മുഫസ്സിറുകൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരുന്നുണ്ട്. അഥവാ മക്കയിൽ 7 വർഷക്കാലം നീണ്ടുനിന്ന വലിയ ഒരു ദാരിദ്ര്യം, ഹത്ത അക്കലു അൽ ജീഫ വൽ ഇളാമ വൽ കിലാബ്, ജനങ്ങൾ തിന്നാൻ മടിക്കുന്ന നായ, എല്ലുകൾ, ശവങ്ങൾ എന്നിവയെപ്പോലും ഭക്ഷിക്കുമാറ് അത്രയും കഠിനമായ ഒരു പട്ടിണി മക്കയിലെ ബഹുദൈവ വിശ്വാസികളിൽ ഉണ്ടായി, അല്ലെങ്കിൽ മക്ക നിവാസികളിൽ ഉണ്ടായി. അത്രത്തോളം അവരെ അള്ളാഹു ഒരു അദാബുൽ അദ്ന, ഒരു ചെറിയ പരീക്ഷണം നൽകിക്കൊണ്ട് അവരെ പരീക്ഷിച്ചു എന്നതാണ് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സംഭവം വരാനിരിക്കുന്ന ഒരു സൂചനയാണ് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് മുഖാത്തിൽ റഹിമഹുല്ലയെ പോലെയുള്ള ചില മുഫസ്സിറുകൾ പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ നിവാസികൾ 7 വർഷം കൊടും പട്ടിണി അനുഭവിച്ചു. ശവങ്ങളെയും എല്ലുകളെയും നായകളെയും അങ്ങനെ അത്രത്തോളം പട്ടിണി ഈ മക്ക നിവാസികൾക്ക് ഉണ്ടായി എന്നതാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നത്. അത് ഈ ആയത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി 22-ാമത്തെ ആയത്ത്, വമൻ അളമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ثم أعرض عنها إنا من المجرمين منتقمون. തൻ്റെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ മുഖേന ഉത്ബോധനം ചെയ്യപ്പെടുകയും എന്നിട്ട് അഭയവിട്ട് തിരിഞ്ഞുകളയുകയും ചെയ്തവനേക്കാൾ അക്രമി ആരാണുള്ളത്? നിശ്ചയമായും ആ കുറ്റവാളികളോട് നാം പ്രതികാര ശിക്ഷ നടപടിയെടുക്കുന്നവരാകുന്നു. വമൻ ആരുണ്ട്, അള്ളം ഏറ്റവും കൂടുതൽ അക്രമിയായിട്ട്, മിമ്മൻ യാതൊരുവനേക്കാൾ, ദുഃഖിറ അവൻ ഉപദേശം ഉത്ബോധനം ചെയ്യപ്പെട്ടു, ബി ആയാതി റബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ ആയത്തുകൾ മുഖേന, തുമ്മ പിന്നീട് അറള അവൻ തിരിഞ്ഞുകളഞ്ഞു, അൻഹ അവ വിട്ടുകൊണ്ട്, ഇന്നാ നിശ്ചയമായും നാം മിനൽ മുജിരിമീന കുറ്റവാളികളോട് മുൻതഖിമൂൻ ശിക്ഷാ നടപടി എടുക്കുന്നവരാണ്, പ്രതികാരമെടുക്കുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 22-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൺ തുറന്ന് കാണാൻ ഇടവന്നിട്ടും പ്രവാചകന്മാരാൽ ഉത്ബോധനം നൽകപ്പെട്ടിട്ടും ഒന്നും കേൾക്കാത്തതുപോലെ, കാണാത്തതുപോലെ, അറിയാത്തതുപോലെ അതിനെയൊക്കെയും തന്നെ നിഷേധിച്ചും പരിഹസിച്ചും തർക്കിച്ചും ന്യായീകരിച്ചും എല്ലാത്തിൽ നിന്നും പുറംതിരിഞ്ഞ് അഹങ്കരിച്ച് നടന്നവരെക്കാൾ അക്രമകാരിയായവൻ ആരുണ്ട്? ആ അക്രമകാരികളോട് അള്ളാഹു പ്രതികാരം വീട്ടുക തന്നെ ചെയ്യും എന്നതാണ് 22-ാമത്തെ ആയത്തിൻ്റെ സാരം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ മുഖേന ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ അവർ തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെ തിരിഞ്ഞു കളയുന്നവരെക്കാൾ ഏറ്റവും അക്രമകാരി ആരുണ്ട് എന്നാണല്ലോ അള്ളാഹുവിൻ്റെ ചോദ്യം. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അവരിലേക്ക്, ആ മുൻകാല സമൂഹങ്ങളിലേക്ക്
അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അയച്ചു എന്നത്. അപ്പോൾ അള്ളാഹു അയച്ച വേദഗ്രന്ഥങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹു അയച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. മാത്രവുമല്ല, ഈ പ്രാപഞ്ചികമായ മറ്റെല്ലാ അത്ഭുത പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഉൾപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ദൃഷ്ടാന്തങ്ങളും കണ്ണുകൊണ്ട് കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഇതിൽ നിന്നൊക്കെ അഹങ്കാരിയായി കൊണ്ട് തിരിഞ്ഞു കളഞ്ഞു, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് മാറി നിന്ന, പുറംതിരിഞ്ഞു കളഞ്ഞവരെക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നാമിനൽ മുജിരിമീൻ, നിശ്ചയമായും ആ കുറ്റവാളികളോട്, അൽ മുജിരിം യഅനി അൽ മുശ്രിക്കീൻ, അഥവാ ബഹുദൈവ വിശ്വാസികൾ, മുശ്രിക്കീങ്ങളാണ്, ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ മുജ്രിമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒന്ന്, മഹാനായ ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഇയ്യാക്കും വൽ ഇഅറാദ് അൻ ദിക്രില്ല, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും മാറിപ്പോകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇയ്യാക്കും വൽ ഇഅറാദ് അൻ ദിക്രില്ല, അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് നിങ്ങൾ അശ്രദ്ധരാകുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്ന മൻ അഅറള അൻ ദിക്രിഹി, ആരെങ്കിലും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും തിരിഞ്ഞുകളഞ്ഞാൽ ഫഖദ് ഇഗ്തറ അക്ബറൽ ഗിറ, നിശ്ചയമായും അവൻ ഫഖദ് ഇഗ്തറ അക്ബറൽ ഗുറ, നിശ്ചയമായും അവൻ ഏറ്റവും വലിയ വഞ്ചിതനായി തീർന്നു. വ അഗ്വസ അശദ്ദൽ ഔസ, ഏറ്റവും വലിയ നഷ്ടക്കാരനായി മാറി. വ അള്ളമ മിൻ അഅലമി ദുനൂബ്, ഏറ്റവും വലിയ പാപം അവൻ ചെയ്തവനായി മാറി എന്നതാണ്. എന്നുവെച്ചാൽ ഇത്രയേറെ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കാതെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും മാറി ജീവിക്കുക എന്നത് വലിയ ഒരു അപരാധമാണ് എന്നതാണ് മഹാനായ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മളെ ഉണർത്തുന്നത്. ഏതായിരുന്നാലും ജീവിതത്തിൽ അള്ളാഹുവിനെ ഏറെ സ്മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.